അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്ത് ഇഖ്ലാസിലെ ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ആണ് ഏകൻ എന്ന ഈ പരാമർശത്തെ പരിഹസിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് ജബ്ബാർ ഇത് ഖുർആനിൽ വൈരുദ്ധ്യമുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്ത് മൂമിനൂൻ 22-ാമത്തെ അധ്യായത്തിലെ തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നതുമായിട്ട് ഇത് ഏറ്റുമുട്ടുണ്ട് എന്നാണ് ജബ്ബാർ പറഞ്ഞിട്ടുള്ളതെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. അവിടെ ഖൽഖുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇനി ഖൽഖ് തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടാക്കളിൽ ഏറ്റവും സുന്ദരമായി സൃഷ്ടിക്കുന്നവൻ എന്ന അള്ളാഹു എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഈ ഖൽഖ് എന്നത് ഇനി ഏതൊക്കെ അർത്ഥത്തിലാണ് ഉപയോഗിക്കുക? ഖൽഖ് എന്നുള്ളത് തഖ്ദീർ എന്ന് പറഞ്ഞാൽ പ്ലാനിങ് എന്ന അർത്ഥത്തിൽ ഖൽഖ് എന്ന പദം ഉപയോഗിക്കുന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും നല്ല പ്ലാനർ ആരാണെന്ന് ചോദിച്ചാൽ മനുഷ്യരിൽ പ്ലാനിങ് നടത്തുന്ന ആളുകളുണ്ട്, അള്ളാഹുവും പ്ലാനിങ് നടത്തുന്നുണ്ട്. എന്നാൽ ഏറ്റവും നല്ല പ്ലാനിങ് നടത്തുന്ന ആളാരാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവാണ്. അതേപോലെ തന്നെ ഖൽഖിൻ്റെ മറ്റൊരർത്ഥമാണ് സന എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ ഖാലിഖ് പറഞ്ഞാൽ സാനി, നിർമ്മാതാവ്. ഇവിടെ മനുഷ്യൻ പല ഇതും നിർമ്മിക്കുന്നുണ്ട്. ശില്പങ്ങൾ ഉണ്ടാക്കുന്നു, ആശാരി ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നു, അതായത് വീട്ടുപകരണങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ പലരും പല രീതിയിലുള്ള നിർമ്മാണങ്ങളും നടത്തുന്നുണ്ട്. അപ്പോൾ ഈ നിർമ്മാണം നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് ഖാലിഖ് എന്ന് പറയാം, സാനി എന്ന് പറയാം. അതുപോലെ തന്നെ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു നിർമ്മിതിയാണ്. അപ്പോൾ ഈ നിർമ്മിതി നടത്തിയിട്ടുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചും സാനി, ഖാലിഖ് എന്ന് പറയാം. എന്നാൽ ഈ നിർമ്മിതി നടത്തുന്ന ആളുകൾ, മനുഷ്യൻ നിർമ്മിക്കുന്നുണ്ട്, അള്ളാഹു നിർമ്മിക്കുന്നുണ്ട്. ഈ നിർമ്മാതാക്കളെല്ലാം എടുത്തു വെച്ചാൽ ഈ നിർമ്മിതിയിൽ ഏറ്റവും നന്നായി നിർമ്മാണം നടത്തുന്ന ആളാരാണെന്ന് ചോദിച്ചാൽ അവിടെ അള്ളാഹുവാണ്. അപ്പോൾ സൃഷ്ടികളുമായി ബന്ധപ്പെട്ടും നിർമ്മിതി എന്ന പ്രയോഗം, ഖൽഖ് എന്നുള്ള പ്രയോഗം, സുന്ന എന്നുള്ള പ്രയോഗം നടത്തും, തഖ്ദീർ എന്നുള്ള പ്രയോഗം നടത്തും. അതുപോലെ അള്ളാഹുവിനെ സംബന്ധിച്ചും നടത്താം. പക്ഷേ ഈ പ്രയോഗത്തിൻ്റെ വ്യത്യാസം എങ്ങനെയാണ് മനസ്സിലാക്കുക? അപ്പോൾ അള്ളാഹു മനുഷ്യനെ സംബന്ധിച്ച് സമീ, ബസീർ എന്നൊക്കെ പറയാം. അതായത് കാഴ്ച ഉള്ളവൻ, കാണുന്നവൻ, കേൾക്കുന്നവൻ എന്നൊക്കെ പറയാം. എന്നാൽ ഇതേ പ്രയോഗം അള്ളാഹുവിനെ സംബന്ധിച്ചും പറയാം, സമീ, ബസീർ. ഇതിൻ്റെ അർത്ഥം മനുഷ്യൻ കേൾക്കുന്നത് പോലെയാണ് അള്ളാഹു കേൾക്കുന്നത്, അള്ളാഹു കേൾക്കുന്നത് പോലെ മനുഷ്യൻ കേൾക്കുന്നത് എന്ന് വേണമെങ്കിലൊരു യുക്തിവാദിക്ക് അങ്ങനെയൊക്കെ വാദിക്കാം. പക്ഷേ വസ്തുത അതാണോ എന്ന് ചോദിച്ചാലല്ല. വസ്തുത എന്താണ്? അള്ളാഹുവിൻ്റെ കേൾവി, കാഴ്ച എന്ന് പറഞ്ഞത് അത് ഏറ്റവും ഉയർന്ന പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിലുള്ളതാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കേൾവിക്കും കാഴ്ചക്കും ഒക്കെ പരിധിയുണ്ട്. പരിധിയില്ലാതെ കാണുന്നവനും കേൾക്കുന്നവനുമാണ് അള്ളാഹു. മനുഷ്യനോ അവൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ അവന് കേൾക്കാനും കാണാനും കഴിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ ഒരാൾക്ക് പറയാം അള്ളാഹു സമീയാണ് എന്നതുപോലെ മനുഷ്യനും സമീയാണ്, അപ്പോൾ ഇവിടെ ശിർക്ക് വന്നില്ലേ, അല്ലെങ്കിൽ ബഹുത്വം വന്നില്ലേ, അപ്പോൾ അള്ളാഹു ഏകനാണെന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളതെന്നൊക്കെ ജബ്ബാറിനെ പോലുള്ള മരമണ്ടന്മാർക്ക് ചോദിക്കാവുന്നതാണ്. അതവർ ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. പക്ഷേ വിവേകശാലികളെ സംബന്ധിച്ചിടത്തോളം, വിശേഷിച്ചും ദൈവവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ദൈവവിശ്വാസികളെന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ എന്ന അർത്ഥത്തിലല്ല, ഏത് ദൈവവിശ്വാസിയെ സംബന്ധിച്ചും അവർ അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ് ദൈവവും മനുഷ്യനും ചില സംഗതികൾ രണ്ടു കൂട്ടർക്കും ഭാഷയിൽ പ്രയോഗിക്കുമെങ്കിലും രണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള നിലവാരത്തിലുള്ളതാണെന്നുള്ളത്. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല, അംഗീകരിക്കാനുള്ള സന്നദ്ധതയില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ജബ്ബാറിനെ പോലുള്ള യുക്തിവാദികളുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറബി ഭാഷയിൽ ഈ പദം ഈ അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കും എന്നുള്ളത് സർവാംഗീകൃതമായിട്ടുള്ളൊരു സംഗതിയാണ്. എന്ന് മാത്രമല്ല, ഏത് ഭാഷയിലും ആ ഭാഷയുടെ പ്രയോഗം, ആ ഭാഷയിലൊരു വാക്കിൻ്റെ അർത്ഥം, വാക്കുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കുമ്പോഴുള്ള നിയമം, ഇതൊക്കെ എങ്ങനെയാണ് ആവിഷ്കരിക്കപ്പെടുന്നത്? അത് ഭാഷ രൂപപ്പെട്ട് വരുന്ന കാലഘട്ടത്തിൽ, ഗ്രന്ഥങ്ങളൊക്കെ രൂപപ്പെടുന്നതിന് മുമ്പ് ഏത് ഭാഷയിലായിരുന്നാലും ആ ഭാഷയിലെ ആദിമ സമൂഹം എങ്ങനെയാണോ അത് ഉപയോഗിച്ചിരുന്നത് അത് നോക്കിയിട്ടാണ് ഭാഷയിലെ പ്രയോഗങ്ങൾ, ഭാഷയിലെ വാക്കിൻ്റെ അർത്ഥം, ഭാഷയിലെ നിയമം ഇതൊക്കെ ആവിഷ്കരിക്കാറുള്ളത്. അതെല്ലാ ഭാഷേൻ്റെയും അവസ്ഥ അതാണ്.
അപ്പോൾ അത് തന്നെയാണ് അറബി ഭാഷയുടെയും അവസ്ഥ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ മുമ്പ് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തനാണതിന് മുമ്പ് അറബികൾ ഈ വാക്കുകളൊക്കെ എങ്ങനെ ഉപയോഗിച്ചു എന്നാണ് പരിശോധിക്കുക. ഖുർആന് തഫ്സീർ എഴുതിയിട്ടുള്ള വ്യാഖ്യാനം രചിച്ചിട്ടുള്ള പണ്ഡിതന്മാരൊക്കെയും സ്വീകരിച്ചിട്ടുള്ള രീതിയാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ പഴയ തഫ്സീറുകൾ പരതുമ്പോൾ അതിൽ ഖുർആനിലെ മിക്കവാറും പദങ്ങൾക്ക് ആ പദം ഏത് ഭാഷയിൽ ഉപയോഗിച്ചു എന്നതിന് തെളിവായിട്ട് ഉദ്ധരിക്കുക ഇസ്ലാമിൻ്റെ മുമ്പുള്ള കവികളുടെ ജാഹിലി കവികളുടെ കാവ്യശകലങ്ങളായിരിക്കും. അത് ഹൽക്ക് എന്നതിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഹൽക്ക് എന്ന ഈ പദവുമായി ബന്ധപ്പെട്ട് എന്താണ് അർത്ഥം എന്നത് സംബന്ധിച്ച് ഇമാം തബരി എന്ന് പറഞ്ഞാൽ അബുൽ മുഫസ്സിരീൻ, മുഫസ്സിറുകളുടെ പിതാവ്, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു പരാമർശമുണ്ട്. ഈ ഹൽക്ക് എന്നത് എന്തർത്ഥത്തിലാണ്, എന്താണ് അതിൻ്റെ അർത്ഥം? അവിടെ അദ്ദേഹം മഹാനായ മുഫസ്സിർ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ അനുചരന്മാരിൽ ഉൾപ്പെട്ടിരുന്ന നബിയുടെ പിതൃവ്യനായ അബ്ബാസിൻ്റെ മകൻ അബ്ദുല്ലാഹിബിൻ അബ്ബാസ്, അദ്ദേഹം ഇതിന് പറഞ്ഞതായിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ മുജാഹിദ് പറയുന്നുണ്ട്. അൻ മുജാഹിദ് തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ ഖാല യസ്നഊന വയസ്നഉല്ലാഹു വല്ലാഹു ഖൈറുസ് സാനിയീൻ. ഇവിടെ തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യസ്നഊൻ മനുഷ്യർ നിർമ്മിക്കുന്നു, വയസ്നഉല്ലാഹു അള്ളാഹു നിർമ്മിക്കുന്നു, അള്ളാഹു ഖൈറുസ് സാനിയീൻ നിർമ്മാതാക്കളിൽ ഏറ്റവും ഉത്തമനാണ് അള്ളാഹു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഹൽക്ക് എന്ന് പറഞ്ഞാൽ സന്ന് നിർമ്മാണം എന്നാണ്. അപ്പോൾ ഖാലിഖ് പറഞ്ഞാൽ സാനി നിർമ്മാതാവ് എന്നാണ്. ഇനി മറ്റൊരു പണ്ഡിതനായിട്ടുള്ള ജുറൈജ് പറയുന്നത് എന്താണ്? ഖാലബിന് ജുറൈജ് ഫി ഖൗലിഹി തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയാണ് ഈസബിനു മറിയം യഖ്ലുഖു. ഈസബിനു മറിയം, മറിയമിൻ്റെ പുത്രൻ ഈസ, യേശു ക്രിസ്തു എന്ന പേരിൽ അറിയപ്പെടുന്ന ഈസാ നബി അലൈഹിസ്സലാം, അദ്ദേഹവും ഹൽക്ക് നടത്തുന്നുണ്ട്. ആ ഹൽക്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു. സൂറത്ത് ആല ഇമ്രാനിൽ ഈസാ നബി പറഞ്ഞിരുന്നു അഖ്ലുഖുലക്കും മിനത്തീരി, ഞാൻ കളിമണ്ണ് കൊണ്ട് ഹൽക്ക് ചെയ്യുന്നു. അവിടെ ഹൽക്ക് ചെയ്യാൻ രൂപം ഉണ്ടാക്കുകയെന്നാണ്. അപ്പോൾ മനുഷ്യൻ അള്ളാഹു മനുഷ്യൻ രൂപം നൽകുന്നുണ്ട്, അതുപോലെ അള്ളാഹുവും രൂപം നൽകുന്നുണ്ട്. അപ്പോൾ രൂപം നൽകുന്ന രൂപകൽപ്പന നടത്തുന്നവരിൽ ഏറ്റവും ഉത്തമനാരാണ്? അള്ളാഹുവാണ്. അപ്പോൾ ഈ തസ്വീർ രൂപം നൽകുക എന്നുള്ളത് അള്ളാഹുവിനോട് ചേർത്ത് പറയാം, മനുഷ്യനോട് ചേർത്ത് പറയാം. പക്ഷേ രൂപകൽപ്പന നൽകുന്നവരിൽ ഏറ്റവും സുന്ദരമായിട്ട് രൂപകൽപ്പന, അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ രൂപകൽപ്പന നൽകുന്ന ആരാണ്? അത് അള്ളാഹുവാണെന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സൃഷ്ടിപ്പ് നടത്തുന്ന അതിൽ രൂപകൽപ്പന നൽകുക എന്നുള്ള അർത്ഥത്തിലായിരുന്നാലും നിർമ്മാണം എന്നുള്ള അർത്ഥത്തിലായിരുന്നാലും അതുപോലെ തന്നെ പ്ലാനിങ് നടത്താനുള്ള രൂപത്തിലായിരുന്നാലും ഏതർത്ഥം പറഞ്ഞാലും അതിലൊക്കെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ ഇതൊക്കെ ചെയ്യുന്ന ആളാരാണ്? അവനാണ് നിങ്ങൾ വിധേയപ്പെടേണ്ടത്. അവനാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളതെന്നാണ്. എന്നല്ലാതെ ഈ രൂപകൽപ്പന നൽകുന്ന ആളുകൾക്കൊക്കെ മനുഷ്യന്മാരെ സൃഷ്ടിക്കാൻ കഴിയുന്നതിന് അർത്ഥമില്ല. എന്ന് മാത്രമല്ല വിരുദ്ധമാണ് അർത്ഥം. ഇവരൊക്കെ പല രൂപങ്ങളുണ്ടാക്കും. മനുഷ്യൻ്റെ രൂപം പോലും മനുഷ്യൻ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ മനുഷ്യനെ സൃഷ്ടിക്കാൻ മനുഷ്യന് സാധ്യമാണോ എന്ന് വെച്ചാൽ അല്ല. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നിസ്സാരമായിട്ടുള്ള അണ്ടബീജങ്ങളിൽ നിന്ന് ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഈ സൃഷ്ടിയെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള അള്ളാഹു, ആ അള്ളാഹുവാണ് സൃഷ്ടാക്കളിൽ രൂപകൽപ്പന നൽകുന്നവരിൽ പ്ലാനിങ് നടത്തുന്നവരിലൊക്കെ ഉത്തമൻ, സുന്ദരൻ എന്ന് പറയുമ്പോൾ അത് ആവശ്യപ്പെടുന്നത് എന്താണ്? ജബ്ബാർ പറഞ്ഞതിൽ നിന്ന് നേരെ വ്യത്യസ്തമായിട്ടുള്ള ആശയമാണ് അതിന് വരിക. നിങ്ങൾ മറ്റുള്ളവയുടെ മുമ്പിൽ കുമ്പിടല്ല വേണ്ടത്, മറ്റുള്ളവയെ ദൈവമായിട്ട് അംഗീകരിക്കല്ല വേണ്ടത്. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മുമ്പിൽ സൃഷ്ടിപ്പും അല്ലെങ്കിൽ രൂപകൽപ്പന നൽകുകയൊക്കെ ചെയ്യുന്നവരും ഉണ്ടെങ്കിലും അള്ളാഹുവിനെ പോലെ രൂപകൽപ്പന നൽകുന്ന, അള്ളാഹുവിനെ പോലെ നിർമ്മിക്കുന്ന, അള്ളാഹുവിനെ പോലെ സൃഷ്ടി നടത്തുന്ന, അള്ളാഹുവിനെ പോലെ പ്ലാനിങ് നടത്തുന്ന ആരുമില്ല. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ അംഗീകരിക്കണം, അള്ളാഹുവിന് വിധേയപ്പെട്ടാണ് നിങ്ങൾ ജീവിക്കേണ്ടതെന്ന് പറയാനാണ് യഥാർത്ഥത്തിൽ തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് പ്രയോഗിച്ചിട്ടുള്ളതെന്ന് ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ശ്രമിക്കുന്ന നിഷ്പക്ഷനായ വിവേകശാലിയായിട്ടുള്ള ഈ അന്ധമായിട്ടുള്ള ഖുർആൻ വിരോധം അല്ലെങ്കിൽ ദൈവവിരോധം, ഇസ്ലാമിക വിരോധമില്ലാത്ത
ഏത് മനുഷ്യനും മനസ്സിലാക്കാവുന്ന ഒരു സംഗതിയാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതിനെയാണ് ജബ്ബാർ നേരെ തല തിരിച്ചിട്ടുണ്ട്. ഇത് പിന്നെ സൂറത്ത് ഇഖ്ലാസിലെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞതിന് വിരുദ്ധമാണ് എന്ന് തട്ടി വീണത്. ഇനി ഇതുമായിട്ട് ഈ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം എന്തായിരിക്കും എന്നത് സംബന്ധിച്ച് തബരി തന്നെ ഉദ്ധരിക്കുന്ന ഒരു കവിത, ജാഹിലി കവികളിലെ പ്രസിദ്ധനായിട്ടുള്ള സുഹൈറിൻ്റെ ഒരു കവിത ഉദ്ധരിക്കുന്നുണ്ട്. വല അന്ത തഫിരി മാ ഖലഖ്ത വബഅദുൽ ഖൗമി യഖ്ലുഖു സുമ്മ ലാ യഫിരി. വല അന്ത തഫിരി മാ ഖലഖ്ത, നീ സൃഷ്ടിച്ചതിനെ, അള്ളാഹുവിനെ സംബോധന ചെയ്തുകൊണ്ട് പറയാണ്. അല്ലെങ്കിൽ ആരെയാണോ സുഹൈർ സംബോധന ചെയ്യുന്നത് അയാളെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നത് എന്താണ്? നീ എന്താണോ നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ നിർമ്മാണം എന്ന അർത്ഥത്തിൽ എന്ന അർത്ഥത്തിലാണ് ഈ പദം പ്രയോഗിച്ചിട്ടുള്ളത്, ഖൽഖ് എന്നുള്ള പദം പ്രയോഗിച്ചിട്ടുള്ളത്. താങ്കൾ നിർമ്മിക്കുന്നത് താങ്കൾ വളരെ ഭംഗിയായിട്ട് പൂർണ്ണമായിട്ട് തന്നെ നിർമ്മിക്കുന്നുണ്ട്. വല അന്ത തഫിരി മാ സന മാ ഖലഖ്ത വബഅദുൽ ഖൗമി യഖ്ലുഖു സുമ്മ ലാ യഫിരി. എന്നാൽ മനുഷ്യരിൽ ചിലർ അവർ നിർമ്മിക്കുന്നുണ്ട്, പക്ഷേ അവർ അത് പൂർണ്ണാർത്ഥത്തിൽ നിർമ്മിക്കുന്നില്ല, പൂർണ്ണത വരുത്തുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൈർ എന്ന കവി ആരെയാണോ വാഴ്ത്തി പറയുന്നത്, പ്രശംസിക്കുന്നതിൽ ആ വാഴ്ത്തപ്പെടുന്ന ആൾ, അത് അയാളെ സംബന്ധിച്ച് അയാളുടെ മഹത്വം എന്താണ്? അയാൾ നിർമ്മാണ കലയിൽ വളരെ വിദഗ്ധനാണ്. എന്നാൽ ബാക്കിയുള്ള ചില ആളുകളുണ്ട്, അവർ നിർമ്മിക്കുന്നുള്ളത് ശരിയാണ്, പക്ഷേ അവർ നിർമ്മാണ കലയിൽ വിദഗ്ധനല്ല. അപ്പോൾ ഇവിടെ ഖൽഖ് എന്ന പദമാണ് ഇവിടെ സുഹൈർ എന്ന് പറയുന്ന ജാഹിലി കവി ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഖൽഖ് എന്നതിൻ്റെ അർത്ഥം സൻഅ് നിർമ്മാണം എന്നാണ്. അപ്പോൾ ഖാലിഖ് പറഞ്ഞാൽ നിർമ്മാതാവ്. നിർമ്മാതാക്കളിൽ ഏറ്റവും സുന്ദരമായിട്ട് പൂർണ്ണമായിട്ട് നിർമ്മിക്കുന്ന ആളാരാണെന്ന് ചോദിച്ചാൽ അത് അള്ളാഹുവാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിച്ച് അവന് വിധേയപ്പെട്ടാണ് നിങ്ങൾ ജീവിക്കേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആൻ അതിലൂടെ പറയുന്നത്. ഇവിടെ ഖുർആൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഖുർആൻ മനുഷ്യൻ ചെയ്യുന്ന സംഗതികളിലെ നന്മ അംഗീകരിക്കുകയും തിന്മയെ നിരാകരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അത് വ്യക്തികളെ, സമൂഹങ്ങളെ, വിഭാഗങ്ങളെ, മതങ്ങളെ ഒക്കെ നിരൂപണം നടത്തുമ്പോൾ ഖുർആൻ സ്വീകരിക്കുന്ന രീതിയാണത്. അപ്പം മനുഷ്യന് അള്ളാഹു നൽകിയ ചില കഴിവുകൾ, ആ കഴിവ് മനുഷ്യൻ ഉപയോഗപ്പെടുത്തിയിട്ട് അവർ ചിലതൊക്കെ നിർമ്മിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഖുർആൻ പറയുന്നത്. പക്ഷേ ഈ നിർമ്മാണവും അള്ളാഹുവിൻ്റെ നിർമ്മാണവും തുല്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. അള്ളാഹുവിൻ്റെ നിർമ്മാണമാണ് ഏറ്റവും ഉദാത്തമായത്, സുന്ദരമായിട്ടുള്ളത്. കാരണം മനുഷ്യൻ്റെ രൂപം ഉണ്ടാക്കാൻ മനുഷ്യന് കഴിയും, പക്ഷെ മനുഷ്യനുണ്ടാക്കാൻ മനുഷ്യന് കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ മനുഷ്യനുണ്ടാക്കുന്ന ആരാണോ നിർമ്മാതാക്കളിൽ ഉത്തമൻ എന്ന് ചോദിച്ചാൽ അതല്ല. ഈ രൂപം മാത്രം ഉണ്ടാക്കാൻ കഴിയുന്നവരാണോ ഉത്തമൻ എന്ന് ചോദിച്ചാൽ ഏത് പൊട്ടനും പറയാൻ കഴിയുന്നതാണ് ഇത് മനുഷ്യനെ സൃഷ്ടിക്കുന്നവനാണ് അതിൽ മഹത്വമുള്ളത്. ഈ മഹത്വമാണ് ഇവിടെ ഖുർആൻ തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ള വ്യക്തമാക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ജബ്ബാർ അവൻ്റെ മനസ്സിലുള്ള ഖുർആനോടുള്ള അടങ്ങാത്ത പക കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വിരോധം കൊണ്ട്, അള്ളാഹുവിനെ അവഹേളിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ജബ്ബാർ പറയുന്ന ഭ്രാന്തോക്തികൾ മാത്രമാണിത്. അപ്പോൾ വീണ്ടും ജബ്ബാറിനോട് ചോദിക്കേണ്ടി വരുന്നു, വട്ടാണല്ലേ?